ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇവൺ എന്നെ ചീത്തവിളി ആയാൽ കൂടി റീസൺ പറഞ്ഞിട്ട് ചീത്ത വിളിക്കുക. അപ്പം ഞാൻ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് ഉപകാരപ്പെടുക? വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ കാര്യം കൂടി ഉണ്ടല്ലോ, ഇൻഫർമേഷൻ നല്ലതാണോ നല്ലതല്ലേ എന്നുള്ളൊരു കാര്യമൊക്കെ തോന്നും. ഒരുപാട് തെറ്റുകൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് തെറ്റാണ് ബ്രോ, ഇത് മാറ്റണം കേട്ടോ എന്ന് നല്ല രീതിയിൽ പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു നല്ല മനസ്സൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ അതേപോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് കേട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ബ്ലമ്മിൻ്റെ കാര്യം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ പോയി ബ്ലമ്മിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണ്? ഞാൻ ബ്ലം ഇപ്പോൾ കളിക്കുന്നേ ഇല്ല, എന്താണ് അതിൽ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് നിങ്ങൾ എന്തായാലും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, നമ്മൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി വെക്ക് ചെയ്തായിരിക്കാം. എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ ക്വാണ്ടം വാലറ്റിൽ SAU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ $900 വർത്തുള്ള ടോക്കൺ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പൈസ ആക്കാൻ പറ്റുമോ? എൻ്റെ ബ്രോ എനിക്ക് കിട്ടി, എനിക്ക് പൈസ ആക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പൈസ ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കാണുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പൗസിൻ്റെക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വായിക്കാം. കരയാൻ മറന്നാലും ചിരിക്കാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർക്ക് ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് റീസെൻ്റ്ലി തന്നെ പൗസിൽ വന്നിട്ടുള്ളത്. എന്താണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഇപ്പോൾ നാളെ കുറേ കടമൊക്കെ മേടിച്ചിട്ട് നാളെ മീട്ടാലോ, ഇല്ലെങ്കിൽ നാളെ കിട്ടും, എനിക്ക് കുറച്ച് പൈസ കിട്ടും, എന്തെങ്കിലുമൊക്കെ ചിലവരൊക്കെ എന്തൊക്കെ എക്സ്പെക്റ്റേഷൻ ആണോ ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യമാണോ പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും നാളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പൗസ് ലിസ്റ്റിംഗ് അപ്ഡേറ്റ് ടു എൻഷുർ the best launch environment for you all, the pause listing date be slightly adjusted. അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എവറി സ്റ്റെപ്പ് ആൻഡ് ഷിഫ്റ്റ് ടേക്കൺ ബൈ ദ പൗസ് ഹാസ് ആൾവേസ് ബീൻ ടു മേക്ക് തിങ്സ് ബെറ്റർ. ദിസ് ഈസ് നോ വൺസ് എക്സ്പ്രഷൻ എന്നുള്ളൊരു കാര്യമൊക്കെ അവർ തന്നെ പറയും. ഞങ്ങൾ തന്നെ എക്സ്പ്രഷൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ മാറ്റേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ന്യൂ ഡേറ്റ് വിൽ ബി അനൗൺസ്ഡ് സൂ ബൈ അവർ ഒഫീഷ്യൽ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഒഫീഷ്യൽ ചാനൽ തന്നെ, അതായത് ഈ ചാനലിൽ തന്നെ ന്യൂ ഡേറ്റ് ഞങ്ങൾ പറയുന്നതാണ്. അപ്പോൾ കുറേ പേര് താഴെ വന്ന് പറയുന്നത് ഇത് പ്രാങ്ക് ആയിരിക്കും ബ്രോ, അവർ കുറേ സീക്രട്ടൊക്കെ തരുന്നത്. എനിക്ക് തോന്നുന്നില്ല പ്രാങ്ക് ആണെന്ന്. പെട്ടെന്നായിരുന്നു നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. മേ ബി ഒരുപാട് ഹൈപ്പാണ്. ആ ഹൈപ്പൊക്കെ ഇപ്പോഴത്തോടെ ഒക്കെ ഡെഡ് ആയിട്ടുണ്ടാവും. വളരെയധികം ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ബിറ്റ്ഗറ്റൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 20 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ട്രേഡിങ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനൊക്കെ അവിടെ വന്ന് കിടക്കുമ്പോൾ ലിസ്റ്റിംഗ് ഡേറ്റ് മാറ്റം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാർ എക്സ്പെക്ടേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ഡേറ്റ് മാറ്റിയാൽ തന്നെ. അതേപോലെ തന്നെ നമ്മുടെ മെറ്റാറയിൽ ആൾറെഡി തന്നെ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അവരാണ് ഇതിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇതിലൊക്കെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 0.0067 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂയിലേക്കാണ് നമ്മുടെ പൗസ് അവിടെ എന്ത് കിടക്കുന്നത് അവർ മേടിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.01 മേടിച്ചതെങ്കിലും ഇപ്പോൾ ഒരു വർത്തൊക്കെ കാണുന്നത് നമുക്ക് ഒരു 1000 പൗസ് അല്ലെങ്കിൽ ഒരു പൗസിൻ്റെ വർത്ത് 0.6667 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോളറിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പൗസ് ഉണ്ട് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നോക്കാം. വെറുതെ ഒന്ന് മൾട്ടിപ്ലൈ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറി പറയാനോ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ പൗസിൻ്റെ ചാനലിൽ പോയി പറയുക, എൻ്റെ അടുത്ത് പോയി പറയരുത്. എന്താണെന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ ഇതൊന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ലിസ്റ്റിംഗ് ഡേറ്റ് മാറിയത് അവൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ബ്ലമ്മിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ബ്ലമ്മിൽ റീസെൻ്റ്ലി എന്തൊക്കെയാണ് നടന്നത് ഇല്ലെങ്കിൽ റീസെൻ്റ്ലി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? കുറേ ആൾക്കാർ കളിച്ചിട്ടേ ഉണ്ടാവില്ല ബ്ലമ്മ്, അവർ മറന്നിട്ടുണ്ടാവും ബ്ലം ഒരു ഡസ്റ്റാണ്, അതാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് ബ്ലം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞത് ബ്ലം നിങ്ങൾ എന്തായാലും ചെയ്യണം, ബ്ലമ്മിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാം എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. എന്നാലും ബ്ലം റീസെൻ്റ്ലി ഇപ്പോൾ ഒരുപാട് ലാഗ് ആയിട്ടുണ്ട്. പക്ഷേ അവരുടെ മെയിൻ ആയിട്ടുള്ള കോറായിട്ടുള്ള ഏറ്റവും എയിം എന്താണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിംഗ് ആണ്. അപ്പോൾ ഒരു ട്രേഡിംഗ്, ഒരു എക്സ്ചേഞ്ച് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് മീം ബാഡ് ഉണ്ടാക്കുക, ഒരു ട്രേഡിംഗ് ബോട്ട് ഉണ്ടാക്കുക, അവർക്ക് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് കയറാനും ഒരുപാട് മീം കോയിൻസ് ട്രേഡ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ട്രേഡിംഗ്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു എക്സ്ചേഞ്ച് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്ലം ടെലിഗ്രാമിൽ നിന്ന് മാറി ഇനിയൊരു ആപ്പായിട്ട് വരാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രേഡിങ്ങിലും ഇങ്ങനെ എക്സ്ചേഞ്ചിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അവർ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അവരുടെ എല്ലാ സ്റ്റെപ്പും അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അവർ ലാഗ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റോഡ് മാപ്പൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം.
തരാം. റോഡ് മാപ്പ് എടുത്ത് നോക്കിയാലും നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ റോഡ് മാപ്പ് പോലെ അല്ലല്ലോ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോഡ് മാപ്പിൽ ഒരു ഐഡിയ ഒന്നും ഇല്ലാത്തത്. ഞാൻ എന്തായാലും അതിൻ്റെ റോഡ് മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. റോഡ് മാപ്പ് കാണിച്ചു തന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ ഒക്കെ കിട്ടും. ആൾറെഡി തന്നെ ഈ റോഡ് മാപ്പിനുമായിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചാണ്. അപ്പോൾ അവർ ആൾറെഡി ഇപ്പോൾ റീസെൻ്റ്ലി കൊണ്ടുവന്ന അപ്ഡേറ്റ് എന്താണ്, അല്ലെങ്കിൽ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ നേരത്തെ ടോൺ ബ്ലോക്ക് ചെയിനിൽ വരുന്ന മീം കോയിൻസിനായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ സൊലാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്കും നമുക്ക് അവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ സൊലാനയിൽ വരുന്ന ഓരോ ടോക്കൺസും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അവൻ്റെ ആ മീം ബാഡിൽ നിന്ന് ടോക്കൺ ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സൊലാനയും ടോണും രണ്ടും കൂടിയൊക്കെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏകൊരു ഓപ്ഷൻ നമ്മുടെ ഇപ്പോൾ ടെലിഗ്രാമൊക്കെ എതിരാണെങ്കിലും ഏകൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റോഡ് മാപ്പ് കാണിച്ചു തരാം. ഒന്ന് ലോഡ് ആവട്ടെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ഈ റോഡ് മാപ്പിൽ നമ്മളിപ്പോൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 2024 സംഭവങ്ങളായിരിക്കും ഇതിൽ കിടക്കുക. വാട്ട് ഹാവ് വി ഡൺ സോ ഫാർ? വി സക്സസ്ഫുള്ളി ലോഞ്ച് എന്താണ് ബ്ലംബോട്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഡ്രോപ്പ് ഗെയിം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസും ടാസ്കുകൾ കൊണ്ടുവന്നു, കൊളാബറേറ്റ് വിത്ത് പ്രോഗ്രസ് ലാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ റോഡ് മാപ്പിൽ നമുക്ക് പറയാത്തൊരു കാര്യമാണ് സീസൺ 2 ഇപ്പോൾ വന്നിട്ടുണ്ട്. ബീറ്റ ലോഞ്ച്, ഫാമിംഗ് കഴിഞ്ഞു, ടാസ്ക് കഴിഞ്ഞു, ഇൻവൈറ്റ് ഫ്രണ്ട്സ് കഴിഞ്ഞു, ബൈനാൻസ് MEP പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നടന്നതായി കണ്ടിട്ടില്ല. നിങ്ങൾക്ക് നടന്ന് അറിഞ്ഞതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ താഴെ കമൻറ്റിൽ വന്ന് പറയാം. അതേപോലെ തന്നെ യൂസേഴ്സ് ഒരുപാടായി. യൂസേഴ്സ് കണക്ക് നോക്കേണ്ട. അപ്പോൾ ഒരുപാട് യൂസേഴ്സ് ഇപ്പോൾ കമ്മിയായിട്ടുണ്ട്. ഡ്രോപ്പ് ഗെയിം കൊണ്ടുവന്നു, പബ്ലിക് ലോഞ്ച് കൊണ്ടുവന്നു, കണക്ട് ഓൺ വാലറ്റ് കൊണ്ടുവന്നു, ട്രൈബ്സ് കൊണ്ടുവന്നു, മീം കാർഡ് കൊണ്ടുവന്നു, സ്വാപ്സ് കൊണ്ടുവന്നു, വാലറ്റ് കൊണ്ടുവന്നു, ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമൊന്നും അവരുടെ റോഡ് മാപ്പിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാവുന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനും അവർ കൊടുത്ത ഈ ഒരു AMA സെഷനും എല്ലാ കാര്യങ്ങളും കൊണ്ട് ഏപ്രിലായിരിക്കാം ഇത് ലിസ്റ്റ് ആവുക. ഇല്ലെങ്കിൽ ലിസ്റ്റ് ആവുക എന്നല്ല, അവരൊരു എയർ ഡ്രോപ്പ് നമുക്ക് തരിക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. അവൻ്റെ ചാനലിൽ അനൗൺസ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവൻ്റെ ട്രേഡിങ്ങും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ബ്ലം ട്രേഡിംഗ് വാർ അറ്റ് സൂൺ, ട്രേഡ് ക്ലൈം ക്യാഷ് ഔട്ട്, അതേപോലെ തന്നെ സൊലാനയിൽ വന്നു. നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് ബോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ PNL കാണാം. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എത്രത്തോളം നിങ്ങൾക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സൊലാന വാലറ്റും ടോൺ വാലറ്റും രണ്ടും ഒരുമിച്ച് ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് സൊലാന വാലറ്റ് വേണമെങ്കിൽ ഇപ്പോൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആപ്പ് വഴി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പർച്യൂണിറ്റി ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അതിൻ്റെ ആപ്പിൽ പോയിട്ട് എനിക്ക് എത്രത്തോളം പോയിൻറ്റ്സ്, എനിക്ക് അന്ന് എത്ര പോയിൻറ്റ്സ് ഉണ്ടായിരുന്നോ അതേ പോയിൻറ്റ്സ് തന്നെയാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ആണ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. എന്നെക്കാളും ട്രിപ്പിളും ഡബിളും അതേപോലെ തന്നെ 4 ഇരട്ടി 5 ഇരട്ടി പോയിൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ഇടയിൽ നമുക്കൊരു ഈ ഡ്രോപ്പ് ഗെയിമിൽ എന്തോ കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ ഒരുപാട് പോയിൻറ്റ്സ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാമിംഗ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ലിസ്റ്റ് ആവും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒന്ന് പുള്ളപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും എല്ലാവരുടെ അടുത്തും കിട്ടാൻ പറ്റുന്ന ഒരു ടെലിഗ്രാം പ്രോജക്റ്റിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന പ്രോഫിറ്റ് ഒക്കെ ഇതിന്ന് കിട്ടണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് പുള്ളപ്പ് ചെയ്തിട്ട് എല്ലാവരും ഓപ്പൺ ചെയ്യുക, ഫാം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ മീം പോയിൻറ്റ്സും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞു. ഇവിടെ ഒരു മീം കോയിൻസ് ഉണ്ടാക്കി വെറുതെ കാശ് കളഞ്ഞു, അല്ലാതെ എനിക്ക് ഒരു ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ ടാസ്ക് പോലും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് എന്ത് ചെയ്യുക, കുറച്ച് പൈസക്കുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് മീം പോയിൻറ്റ്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാനോ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ കൊണ്ടുവരാം. അതേപോലെ തന്നെ ഈ ഏൺ സെഷനിൽ വന്നിട്ട് കുറേ ടാസ്ക് ഇപ്പോൾ പെൻഡിങ് കിടക്കുന്നുണ്ടാവും. എൻ്റെ തന്നെ പെൻഡിങ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കുറേ കാലം ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ ഇടയിൽ ഓപ്പൺ ചെയ്ത് വീണ്ടും നിർത്തി. അപ്പോൾ ഈ ഒരു ടാസ്ക് ഒക്കെ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനും ഇതിൽ വീണ്ടും എൻഗേജ്മെൻറ്റ് ആവുക, നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് മേ ബി കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ബ്ലം. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഈ 900 സംതിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക, ഇല്ലെങ്കിൽ ഈ ഒരു SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങളോട് എല്ലാവരും ഞാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ തന്നെ നമ്മുടെ ചാനലിലുള്ള ആൾക്കാരാണ് ഈ ക്വാണ്ടം വാലറ്റിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പൈസ ആക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കയറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം ജനറേറ്റ് ആവുന്ന ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. 10 വർഷത്തെ ലോങ് ടേം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് പതുക്കെ ബിൽഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ കയറി കഴിഞ്ഞ ഉടനെ എനിക്ക് കോടികൾ കിട്ടണം, ലക്ഷങ്ങൾ കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കയറണ്ട എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഈ റോഡ് മാപ്പൊക്കെ ആൾറെഡി ഞാൻ കാണിച്ചു തന്നാണ്. എങ്ങനെയാണ് ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ SATU എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ATU ടോക്കണിൻ്റെ മിനി ടോക്കൺ നിങ്ങൾക്ക് കിട്ടുക, അത് 900 വർത്തുള്ള ടോക്കൺ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തന്നിട്ട് വീഡിയോ നിർത്താം. അപ്പോൾ എന്തായാലും ഞാൻ ക്വാണ്ടം വാലറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇവരെന്ത് വന്നിട്ടില്ല, പ്ലേ സ്റ്റോറിൽ വരുന്നേ ഉള്ളൂ, അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് APK വഴിയായിരിക്കണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ
ആവുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്ത കാരണമായിരിക്കും ഇതിങ്ങനെ എന്ത് ചെയ്യുക, ഔട്ട്സോഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് ചില ഫോണിലൊക്കെ നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാംഫുൾ ഓക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സീഡ് ഫ്രേസ് അല്ലെങ്കിൽ സീക്രട്ട് ഫ്രേസ് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കുകയേ ചെയ്യരുത്. 10 വർഷം കഴിഞ്ഞിട്ട് ഉപകാരപ്പെടും. ഇതിലൊക്കെ റെഫർ ചെയ്തിട്ട് ടോക്കണൊക്കെ മേ ബി ഇത് തനിയെ ജനറേറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് ഈ സീഡ് ഫ്രേസ് ഒക്കെ മറന്നാലോ ആർക്ക് പോയി, നിങ്ങൾക്ക് തന്നെയാണ് പോകുള്ളൂ. അപ്പോൾ അത് എവിടെയെങ്കിലും എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ആദ്യം തന്നെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഈ 900 SATU ടോക്കൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ മീ സെഷൻ പ്രൊഫൈലിലേക്ക് വരിക. അതേപോലെ തന്നെ ഷെയർ വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. ഈ ഒരു കോഡ് നിങ്ങൾക്ക് അവിടെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് ബൈൻഡ് ചെയ്യുക. ബൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ $900 വർത്തുള്ള SATU ടോക്കൺ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ തന്നെ കാശാക്കണം. ഇത് കാശാക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. അതൊരു റിവാർഡായിട്ട് മാറ്റുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാശാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വർത്താണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ATU ടോക്കൺ DXൽ ആൾറെഡി തന്നെ ലിസ്റ്റ് ആയിട്ടുണ്ട്. ആ ടോക്കണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $0.3 ആണ്. അപ്പോൾ അത് നല്ലൊരു ഇപ്പോൾ എന്താണ് ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ ടോക്കൺ ഇല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഒരുപാട് വർത്ത് മേ ബി ഒരുപാട് ബെനിഫിറ്റ്സ് ഫ്യൂച്ചറിൽ കിട്ടാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടം വാലറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അത് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ATS എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സ്റ്റേക്ക് ചെയ്യാം. സ്റ്റേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആനുവൽ മാസമോ ദിവസമൊന്നുമല്ല, ആനുവലായിട്ട് ഒരു 18% എക്സ്ട്രാ കിട്ടുക. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു $100 ഇട്ടു. $100 ഇട്ടാൽ വർഷത്തിൽ നിങ്ങൾക്ക് $120 കിട്ടുക. അപ്പോൾ ചിലർ വന്ന് ചോദിക്കുക, എനിക്ക് ട്രേഡ് ചെയ്ത് ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഇതിനേക്കാളും ഇരട്ടി പ്രോഫിറ്റ് കിട്ടില്ലേ? അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെ പ്രോഫിറ്റ് കിട്ടാം. പക്ഷേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അസറ്റ് എവിടെയും പോവാതെ തന്നെ നമുക്കിത് വിഡ്രോ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വിഡ്രോ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം, അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനും ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും ഇല്ലെങ്കിൽ ആൾക്കാരിനൊക്കെ കുറേ ആൾക്കാരെ അറിയാതെ ഫണ്ടൊക്കെ സേഫ് ചെയ്ത് വെക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു 18% ഒക്കെ എക്സ്ട്രാ കിട്ടാനൊരു ഓപ്ഷൻ ഉണ്ട്. മിനിമം ആയിട്ട് $10 ആണ്. $10 ചെയ്തു എന്ന് പറഞ്ഞാൽ മേ ബി വർഷത്തിൽ കുറവായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ $100 കിട്ടിയാൽ $19 എക്സ്ട്രാ കിട്ടും. അല്ലാതെ ഒരുപാട് ആക്രാന്തം കാണിച്ചിട്ട് ഇതിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതേപോലെ തന്നെ വാലറ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. ഈ ATU ടോക്കൺ ഇവിടെ കാണാം, SATU ടോക്കൺ കാണാം. നിങ്ങൾ എപ്പോഴും ഇവിടുന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം അതിൻ്റെ നെറ്റ്വർക്കാണ്. ഈ ഒരു BNB നെറ്റ്വർക്കിൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട്, ട്രോണിൻ്റെ നെറ്റ്വർക്കും കിടക്കുന്നുണ്ട്. ഈ 2 മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാൻ ഇപ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തെറ്റാതെ അയക്കുക. നിങ്ങളുടെ അതല്ലാതെ വേറെ ഒരു ഫണ്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരിനൊക്കെ കയറ്റിയ കാരണം എനിക്കിവിടെ കുറച്ച് ഫണ്ടൊക്കെ ഇപ്പോൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായാലും ജനറേറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ 3-4 ദിവസമായിട്ടുള്ള ഈ പ്രൊജക്റ്റിൽ കയറിയിട്ട് എനിക്കിപ്പോൾ അവിടെ തന്നെ 14 ഈ TRX ടോക്കൺ ഇല്ലെങ്കിൽ 0.1442 TRX ടോക്കണും അതുപോലെ തന്നെ USD തന്നെ 0.0288 എന്നുള്ളത് നിങ്ങളുടെ റെഫറൽ പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് കയറി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബൈൻഡ് ചെയ്യാം, നിങ്ങളുടെ റെഫറൽ പ്രോഗ്രാം ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആൾക്കാരിനെ കയറ്റാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോസ്റ്റ്ലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർത്തൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മേ ബി മനസ്സിലാവാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും 100,000 ഇരട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യണം. അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഒക്കെ വേണം, എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയണം എന്നുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, ടെലിഗ്രാം ചാനലിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ മസ്റ്റായിട്ട് ജോയിൻ ആവുക. ജോയിൻ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രിപ്റ്റോൻ്റെ അല്ലാതെ തന്നെ ലൂട്ട്സ് വഴി നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരുപാട് ഓപ്ഷനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആൾറെഡി തന്നെ അറിയുന്നതായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ലൂട്ട്സിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 170 രൂപയും 20 രൂപയും വേണമെന്നുണ്ടെങ്കിൽ ഈ 2 ലിങ്കിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ KYC കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് ലൈഫ് ടൈം ഫ്രീ അക്കൗണ്ടാണ്. 5 പൈസ കൊടുക്കണ്ട, അങ്ങനെ ഒരു പൈസയും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയ ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്തിനാണ് ഈ ഏഞ്ചൽ വൺ എന്നാണ് കുറേ ആൾക്കാർക്ക് ഡൗട്ട്. അപ്പോൾ ഏഞ്ചൽ വൺ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഈ ഒരു SIP ആയിക്കോട്ടെ, ഗോൾഡ് ഇൻ
ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ ഒരു ഏഞ്ചൽ വൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ കുറേ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ഓരോ ലിങ്കിൽ കയറിയാലും നമുക്കതിൽ ചെറിയ ചെറിയ ടാസ്കുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി നോക്കേണ്ടി വരും. പൈസ ഒരിക്കലും ചോദിക്കില്ല. അപ്പോൾ പൈസ കൊടുക്കാത്തത് നിങ്ങൾ ആദ്യം ചെയ്യുക. എന്നിട്ട് വല്ല പൈസ കൊടുക്കേണ്ട ലോട്ട് ഉണ്ടെങ്കിൽ ആ പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ച് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വൈഫൈ ഒന്നും ഉപയോഗിച്ച് ചെയ്യരുത്. ഇടയ്ക്ക് കട്ടാവരുത്. ഇടയ്ക്ക് പോയിട്ട് വന്നു, ഇല്ലെങ്കിൽ ഇടയിൽ ഞാൻ വേറൊരു കാര്യം ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 171 രൂപ നിങ്ങളുടെ GPayയിൽ ഇതേപോലെ കയറും. അപ്പോൾ എന്തായാലും ഇതൊക്കെ യൂസ്ഫുൾ ആവട്ടെ. കുറേ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുത്ത് നോക്കുക. നിങ്ങളും ചെയ്തു നോക്കുക. കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് കിട്ടിയാലാണ് എനിക്ക് കിട്ടുള്ളൂ എന്ന് എനിക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് 3 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പൗസിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി അത് എപ്പോഴാണെന്ന് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനൽ വഴി ഇല്ലെങ്കിൽ വീഡിയോ വഴി ഞാൻ എന്തായാലും അറിയിക്കാം. അതേപോലെ തന്നെ ബ്ലമ്മിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏപ്രിലാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത്. അപ്പോൾ ഏപ്രിൽ തന്നെ ആയിരിക്കാം നമ്മുടെ ബ്ലമ്മിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ക്വാണ്ടം വാലറ്റിൽ എങ്ങനെയാണ് $900 വർത്തുള്ള SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ക്ലെയിം ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യാനും ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എൻ്റെ വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.